ഒരിക്കൽ ഷാജി കൈലാസ് AK സാജനോട് പറഞ്ഞു, എനിക്കും ധ്രുവം പോലൊരു ചിത്രത്തിന്റെ കഥ ഉണ്ടാക്കി തരണം, എനിക്ക് സംവിധാനം ചെയ്യാൻ. ഹൈദർ മരക്കാർ എന്ന വില്ലൻ ആരവതരിപ്പിക്കും? മലയാളത്തിലെ പല പ്രമുഖരെയും നോക്കി, ഇല്ല, ഈ ജന്മം ഇതുപോലൊരു കഥ ഇനി എന്റെ മനസ്സിൽ ഉണ്ടാവില്ല. അതാണ് മഹാസിനിമയായ ധ്രുവം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വി ലവ് സിനിമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. വി ലവ് സിനിമ ഹിറ്റുകളുടെ കഥ എന്ന ഈ സെഗ്മെന്റിൽ ഇന്ന് പറയാൻ പോകുന്ന പിന്നാമ്പുറ കഥകൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകേണ്ടിയിരുന്ന എന്നാലും സൂപ്പർ ഹിറ്റായ ധ്രുവം എന്ന ചിത്രത്തെക്കുറിച്ചാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആദ്യ പകുതിയുടെ ഹൃദ്യത രണ്ടാം പകുതിക്ക് ഇല്ലാതെ പോയി. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷോലെ പോലെ ഒരു മഹാ അത്ഭുതമായനെ ധ്രുവം എന്ന ചിത്രമെന്ന് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ജോഷിയെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ AK സാജൻ പറഞ്ഞു. അത് ശരിയാണെന്ന് ജോഷിയും വിലയിരുത്തി. അതാണ് അവർ പറഞ്ഞത് ധ്രുവം എന്ന ചിത്രത്തിനെ കുറിച്ചുള്ള അവരുടെ കമൻ്റായിരുന്നു. 1993 മമ്മൂട്ടി ജോഷി ടീമിന് വേണ്ടി SN സ്വാമിയും AK സാജനും ചേർന്നെഴുതിയ ധ്രുവത്തെക്കുറിച്ചായിരുന്നു ആ വിലയിരുത്തൽ. രണ്ടാം പകുതിയിലെ ആക്ഷൻ സിനിമയുടെ ആകർഷണീയത കുറച്ചു എന്നുള്ള കാര്യം രണ്ടുപേരെയും ഒരുപോലെ വേദനിപ്പിച്ചു. കുറെ കാലം മുൻപാണ് ആശാ മാത്യു എന്ന പേരിൽ AK സാജൻ സിനിമയ്ക്ക് വേണ്ടി കഥകൾ എഴുതി പ്രശസ്തനായ കാലം. ഭാവചിത്ര ജയകുമാർ ഒരു ദിവസം AK സാജനെ എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് കണ്ടു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠ സഹോദരനുമായ വിജയകുമാറിൻ്റെ 7 ആർട്സ് എന്ന നിർമ്മാണ കമ്പനി വിട്ട് ഞാൻ ഭാവചിത്ര എന്ന പേരിൽ ഒരു പുതിയ നിർമ്മാണ കമ്പനി രൂപീകരിച്ചു. അതിനാൽ അതിനെ വെച്ച് ഞാൻ സിനിമകൾ ഇങ്ങനെ നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാവചിത്രയ്ക്ക് വേണ്ടി നല്ലൊരു കഥ ആലോചിക്കാൻ സാജനോട് പറഞ്ഞു. പക്ഷേ കഥ മമ്മൂട്ടിക്ക് അനുയോജ്യമായ കഥയായിരിക്കണം. കേരളത്തിൽ ഒരു വധശിക്ഷ വലിയ ചർച്ചയായത് അക്കാലത്തായിരുന്നു. 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വധശിക്ഷ കേരളത്തിൽ നടപ്പിലാക്കുന്നത്. കേസിനെക്കുറിച്ചും വിധിയെക്കുറിച്ചും ആരാച്ചാരന്മാരെക്കുറിച്ചും പത്രമാസികകളിൽ നിറഞ്ഞു നിന്നു. ഒപ്പം ഫീച്ചറുകളും വന്നു. ഒരു മാസികയിൽ വന്ന ഫീച്ചറിൻ്റെ പേരിതായിരുന്നു, വധശിക്ഷ എങ്ങനെ മാറ്റിവെക്കാം. ഒരാൾക്ക് വധശിക്ഷ വിധിച്ചാൽ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ശിക്ഷ നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോകാമെന്ന് ആ ഫീച്ചറിൽ പറഞ്ഞിരുന്നു. ഈ സംഭവം സിനിമയ്ക്ക് പറ്റിയ സബ്ജക്റ്റാണെന്ന് ജയകുമാർ സാജനോട് പറഞ്ഞു. ഈ ചർച്ച നടക്കുന്ന സമയത്താണ് മണിരത്നത്തിൻ്റെ രജനീകാന്ത് മമ്മൂട്ടി ചിത്രമായ ദളപതി റിലീസാകുന്നത്. ആ സിനിമ കണ്ടപ്പോൾ ജയകുമാറിന് തൻ്റെ ആശയത്തിന് കുറെ കൂടി സാധ്യതകളുള്ളതായി തോന്നി. സാജനോട് ജയകുമാർ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ സാജന കഥ വിപുലമാക്കുകയും ചെയ്തു. ഈ സമയം ഭാവചിത്ര ജയകുമാർ കല്ലുകൊണ്ടൊരു പെണ്ണ് എന്ന ചിത്രത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. ആ ചിത്രം വരുത്തിവെച്ച ഭീമമായ നഷ്ടം, സാമ്പത്തിക ബാധ്യത, ഇതൊക്കെ കാരണം ജയകുമാറിന് ഉടൻ മറ്റൊരു സിനിമ നിർമ്മിക്കാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. എറണാകുളത്തെ ഭാരത് ടൂറിസ്റ്റ് ഹോം നമുക്കെല്ലാവർക്കും അറിയാം, BTH. ആ BTHൽ ജയകുമാറിന് തൽക്കാലം സിനിമ നിർമ്മിക്കാനാവാതെ വന്നപ്പോൾ BTHൽ വന്ന പലരോടും സാജൻ ഈ കഥ പറഞ്ഞു. അങ്ങനെ പലരും അഡ്വാൻസും നൽകി. ഒടുവിൽ ഒരിക്കൽ BTHൽ വെച്ച് കണ്ടപ്പോൾ SN സ്വാമിയോടും AK സാജൻ ഈ കഥ പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, അസലായിട്ടുണ്ട്, പക്ഷേ ഈ കഥ BTHൽ പലരും ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. ഇപ്പോൾ ഈ കഥ ഏകദേശം എറണാകുളത്തുള്ള എല്ലാ പേർക്കും അറിയാം. അങ്ങനെ പോയാൽ ഇത് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും ഇത് അടിച്ചു മാറ്റും. എത്രയും വേഗം നമുക്കിത് സിനിമയാക്കണം. സാജൻ ഒരു കാര്യം ചെയ്യും, പോയി പെട്ടെന്ന് ഈ കഥ ജോഷിയോട് പറയുക. അങ്ങനെ SN സ്വാമി സാജനെയും കൊണ്ട് ജോഷിയെ കാണാൻ പോയി. ജോഷി സാജനെയും SN സ്വാമിയെയും കൊണ്ട് തേക്കടി സ്പൈസസ് വില്ലേജിലേക്ക് പോയി. അവിടെ ഇരുന്ന് സാജൻ കഥ പറഞ്ഞു. ജോഷിക്ക് കഥ ഇഷ്ടമായി. അന്ന് അരോമയ്ക്ക് വേണ്ടി ഒരു പടം ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു ജോഷി. കഥകളൊന്നും ശരിയാകാത്തതിനാൽ ആ പടം നടന്നുമില്ല. അങ്ങനെ പെട്ടെന്ന് ജോഷി സാജനോടും SN സ്വാമിയോടും പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി അരോമ മണിയോട് ഈ കഥയൊന്ന് പറയണം. അദ്ദേഹത്തിന് ഇഷ്ടമായാൽ നമുക്ക് ഈ സിനിമ ചെയ്യാം. അങ്ങനെ അവർ തിരുവനന്തപുരത്തെത്തി അരോമ മണിയോട് കഥ പറഞ്ഞു. അദ്ദേഹത്തിന് കഥ ഇഷ്ടമായി. ഇതോടുകൂടി SN സ്വാമി സ്ക്രിപ്റ്റ് എഴുതാനും ആരംഭിച്ചു. AK സാജനും SN സ്വാമിയും കൂടി സ്വാമിയുടെ അച്ഛൻ്റെ നാടായ പാലക്കാട് ഗോവിന്ദപുരത്ത് പോയി ഒരു വഴിപാട് നടത്താൻ സ്വാമി പോയപ്പോൾ അവിടെ വച്ച്
ആ നാട്ടിലുണ്ടായിരുന്ന ഒരു തമിഴ് പ്രഭുവിനെ കണ്ടു. ഒരു മന്നാടിയാരുടെ ലുക്കുള്ള ഒരു തമിഴ് പ്രഭു. അവിടെ നിന്നാണ് മമ്മൂട്ടിയുടെ നരസിംഹ മന്നാടിയാർ എന്ന ആ കഥാപാത്രത്തിന് എസ്.എൻ. സ്വാമി രൂപം നൽകിയത്. അതിന്റെ ക്രെഡിറ്റ് എസ്.എൻ. സ്വാമിക്ക് മാത്രം അവകാശപ്പെട്ടത്. പിന്നെയും ഉണ്ടായിരുന്നു പ്രശ്നം. മമ്മൂട്ടിക്കൊപ്പം ജയറാം, സുരേഷ് ഗോപി, വിക്രം, ഗൗതമി എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിൽ അഭിനയിപ്പിക്കാൻ സെലക്ട് ചെയ്തു. പിന്നീടും അവിടെ ഒരു പ്രശ്നം. ഒരു പ്രധാന വില്ലൻ ഹൈദർ മരക്കാർ എന്ന വില്ലൻ ആരവതരിപ്പിക്കും? മലയാളത്തിലെ പല പ്രമുഖരെയും നോക്കി. അതൊന്നും സ്വീകാര്യമായിരുന്നില്ല ജോഷിക്ക്. ക്രോസ് ബെൽറ്റ് മണി മൈസൂരിൽ വെച്ച് താമരത്തോണിയും പെൺപുലിയും എടുക്കുന്ന സമയത്ത് മണിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ജോഷി. അവിടെ വെച്ചാണ് ജോഷി പ്രഭാകരനെ പരിചയപ്പെടുന്നത്. കൂടാതെ ജോഷിയുടെ ഇതിഹാസത്തിന്റെ തമിഴ് പതിപ്പിലും ന്യൂഡൽഹിയുടെ പതിപ്പിലുമൊക്കെ പ്രഭാകരായിരുന്നു ആ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. അങ്ങനെ ജോഷി വിളിച്ചു, പ്രഭാകർ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ധ്രുവം എന്ന മെഗാ പ്രോജക്റ്റിന് തുടക്കമായി. അടയാറിൽ തിരുവിതാംകൂർ പാലസിന്റെ വക രാമനിലയം എന്നൊരു കൊട്ടാരമുണ്ട്. നഗരത്തിന്റെ ഒത്ത നടുക്കാണെങ്കിലും ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു കൊട്ടാരം. ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് മന്നാടിയാരുടെ വീടായി ആ കൊട്ടാരം തീരുമാനിച്ചു. ദിനേശ് ബാബു ആയിരുന്നു ധ്രുവം എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹണം നിർവഹിച്ചത്. സാധാരണ ജയാനൻ വിൻസെന്റ് ആയിരുന്നു ജോഷിയുടെ ക്യാമറാമാൻ. പക്ഷെ പി വാസുവിന്റെ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ തിരക്കിലായതിനാൽ ദിനേശ് ബാബു ജോഷിയുടെ ക്യാമറാമാനായി എത്തി. മമ്മൂട്ടി സഞ്ചരിച്ചിരുന്ന കാറിൽ പ്രഭാകർ വെടിവെക്കുന്ന ഒരു രംഗം ചിത്രീകരിക്കുമ്പോൾ ഒരു അപകടമുണ്ടായി. വെടിവെച്ചപ്പോൾ കാറിന്റെ ഗ്ലാസ് തകർന്ന് ഉടഞ്ഞ ഗ്ലാസിന്റെ കൂർത്ത ഭാഗത്ത് മമ്മൂട്ടിയുടെ കൈ തട്ടി മുറിഞ്ഞു. പിന്നെ കൂടുതലും വളരെ നീളമുള്ള ക്രെയിൻ ഷോട്ടുകളായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു ചിത്രത്തിന്റെ വലിയ പുതുമയും. അതിനു മുൻപ് ഹിന്ദി ചിത്രങ്ങളിൽ മാത്രമേ ഈ ക്രെയിൻ ഷോട്ടുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. മഹാപുരുഷ് എന്നായിരുന്നു ആദ്യം ഈ ചിത്രത്തിന് ആലോചിച്ചിരുന്ന പേര്. പിന്നെയും പല പേരുകളും കൂടി ആലോചിച്ച ശേഷമാണ് അവസാനം ധ്രുവം എന്ന പേരിൽ എത്തിച്ചേർന്നത്. ക്ലൈമാക്സ് ചിത്രീകരിക്കുമ്പോൾ ഹൈദർ മരക്കാറിന് 1.5 കാലേ ഉള്ളൂ. 1.5 കാലന്റെ കൂടെ മന്നാടിയാർ, ഇത്രയും കില്ലാടിയായ നരസിംഹ മന്നാടിയാർ എങ്ങനെ ഫൈറ്റ് ചെയ്യും? മമ്മൂട്ടി അടക്കം എല്ലാവരും ചോദിച്ചു. ആരോ അതിനൊരു പ്രതിവിധി പറഞ്ഞു. മന്നാടിയാർ കാല് മുട്ടിന് മുകളിൽ വച്ചുകെട്ടി 1.5 കാലനായി ഹൈദർ മരക്കാരുമായി ഫൈറ്റ് ചെയ്യട്ടെ. ജോഷി അതിന് മറുപടി പറഞ്ഞില്ല. പകരം ബ്രേക്ക് പറഞ്ഞു. ബ്രേക്ക് കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മന്നാടിയാർക്ക് 1.5 കാലൊന്നും വേണ്ട, സാധാരണ കാല് മതി, അല്ലെങ്കിൽ ജനം കൂവും. ഇതുവരെ എടുത്ത എല്ലാ പ്രയത്നവും വിഫലമാകും. പിന്നെയും പ്രശ്നം തീർന്നില്ല. അങ്ങനെ പടം പൂർത്തിയാക്കി. സെൻസറിങ്ങിനെത്തിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങളായി. എന്താ പ്രശ്നം? വയലൻസ് കൂടുതൽ. അതായിരുന്നു ധ്രുവത്തിന്റെ സെൻസറിങ്ങിൽ ഏറ്റവും വലിയ പ്രശ്നം. സെൻസർ ബോർഡുകൾ പറഞ്ഞതനുസരിച്ച് അവർ കുറെ സീൻസ് വെട്ടി മാറ്റി. അങ്ങനെ 1992 നവംബറിൽ ധ്രുവം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴും ചില സാമുദായിക പ്രശ്നങ്ങൾ ഉടലെടുത്തു. അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായി. വീണ്ടും റിലീസിംഗ് നീട്ടിവെച്ചു. 1993 ജനുവരി 27 ധ്രുവം റിലീസ് ചെയ്തു. അഭൂതപൂർവമായ ഇനിഷ്യൽ കളക്ഷനാണ് ധ്രുവം നേടിയത്. വല്ലാത്തൊരു പ്രത്യേകതയുണ്ട് ഈ സിനിമയ്ക്ക്. ഇനിഷ്യൽ പുള്ളിൽ ധന്യ രമ്യ തിയേറ്ററിൽ ആൾക്കൂട്ട ഇരുമ്പലിൽ ഗ്ലാസുകൾ അടിച്ച് തകർത്ത ഒരേ ഒരു സിനിമ പക്ഷേ ധ്രുവമായിരിക്കും. റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ധ്രുവത്തെപ്പറ്റി പല കോണുകളിൽ നിന്നും പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. ചിത്രം ഹൈന്ദവ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു ഒന്ന്. പിന്നെ അണിയറ പ്രവർത്തകർ ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ബോധപൂർവം ഹൈന്ദവ വർഗീയത വളർത്താൻ തിരക്കഥാകൃത്തോ സംവിധായകനോ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആ സിനിമയുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അതൊക്കെ അങ്ങനെ ഒത്തുവന്നതാകാം. അതൊക്കെ അവരെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരിക്കൽ ഷാജി കൈലാസ് AK സാജനോട് പറഞ്ഞു, എനിക്കും ധ്രുവം പോലൊരു ചിത്രത്തിന്റെ കഥ ഉണ്ടാക്കി തരണം, എനിക്ക് സംവിധാനം ചെയ്യാൻ. സാജൻ പക്ഷേ അപ്പോൾ ഷാജിയോട് ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷേ സാജന്റെ മനസ്സിലുണ്ടായിരുന്നു ആ മറുപടി, ഇല്ല, ഈ ജന്മം ഇതുപോലൊരു കഥ ഇനി എൻ്റെ മനസ്സിൽ ഉണ്ടാവില്ല. അതാണ് മഹാസിനിമയായ ധ്രുവം. മമ്മൂട്ടി തകർത്താടിയ, നരസിംഹ മന്നാടിയാറായി തകർത്താടിയ, വിധിയുടെ വൈപരീത്യങ്ങൾ നിറഞ്ഞ, ഒരുപാട് വ്യത്യസ്തതകളുള്ള, ഹൈദർ മരക്കാറിന്റെ വളരെ വിശേഷപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങളുള്ള, ജയറാമിന്റെ കഥാപാത്രം
സുരേഷ് ഗോപിയുടെ കഥാപാത്രം, ഗൗതമിയുടെ നിഷ്കളങ്കയായ കഥാപാത്രം എല്ലാം കൂടി നിറഞ്ഞു വന്നപ്പോൾ, എല്ലാം കൂടി തികഞ്ഞു വന്നപ്പോൾ ധ്രുവം മലയാള സിനിമയിലെ മെഗാ ഹിറ്റുകളിലൊന്നായി. പക്ഷേ അവിടെയും ഒരു പ്രശ്നം, ആദ്യ പകുതിയിലെ ഹൃദ്യത രണ്ടാം പകുതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഷോലയെ പോലെ വൻ ഹിറ്റാകുമായിരുന്നു ആ ചിത്രം എന്ന് വർഷങ്ങൾക്ക് ശേഷം ജോഷിയും സാജനും ഒന്നിച്ചു കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ പോലും ഇത്രയും സിനിമകൾ എടുത്തിട്ടും ആ ചിത്രം അവരുടെ മനസ്സിൽ താങ്ങി നിൽക്കുന്നു. അതാണ് ധ്രുവം. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.